ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള ആത്മീയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കോട്ടറാണ് നമുക്ക് ഈ പ്രാവശ്യം തന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് രണ്ടാമത്തെ പാഠഭാഗത്തിലേക്കാണ് വന്നിരിക്കുന്നത്. കത്തുന്ന മുൾപടർപ്പ് എന്ന തലവാചകത്തോടു കൂടിയാണ് നമുക്ക് അതിൻ്റെ മനപ്പാഠവാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങളാണ്. യഹോവ അരുളി ചെയ്തു, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. അവരുടെ സങ്കടങ്ങൾ എനിക്കറിയാം. അതുകൊണ്ട് മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുവാനും ആ ദേശത്ത് നിന്ന് അവരെ നല്ലതും വിശാലമായ ഒരു ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വിളി പലപ്പോഴും നമുക്കറിയാം ഏറ്റവും മനോഹരവും ഏറ്റവും ഉദാത്തവുമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വിളി സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പലർക്കും അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കില്ല. നമുക്ക് അറിയാം, ദൈവം വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റി മറിയപ്പെടുമെന്ന് തീർച്ചയാണ്. എന്നിരുന്നാലും ദൈവത്തിൻ്റെ വിളി എന്നുള്ളത് അനേകം വെല്ലുവിളികൾ ഉള്ള ഒരു പാതയാണ്. നമുക്ക് തിരുവചനത്തിൽ അനേകം ഉദാഹരണങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യോനയുടെ കഥ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്കറിയാം, യോനയെ നിനവയിലേക്ക് പോകുവാനായിട്ട് ദൈവം വിളിച്ചു. പക്ഷേ യോനയെ നോക്കിയപ്പോൾ നിനവയിലുള്ള ആൾക്കാരുടെ സ്വഭാവം ദുഷ്ടത നിറഞ്ഞ അല്ലെങ്കിൽ വളരെ ക്രൂരന്മാരായിട്ടുള്ള ജനങ്ങളാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ യോന നിനവയിലേക്ക് പോകുന്നതിന് പകരം തർശീസിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ ദൈവത്തിൻ്റെ വിളി പലപ്പോഴും നമുക്ക് വളരെ മനോഹരമായി തോന്നിയേക്കാമെങ്കിലും അതിലുള്ള വെല്ലുവിളികൾ കാരണം അനേകം പേർ ദൈവത്തിൻ്റെ വിളി ഏറ്റെടുക്കുവാനായിട്ട് വിമുഖത കാണിക്കുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പുറപ്പാട് പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവായിട്ടുള്ള മോശയുടെ അനുഭവം. മോശയെ ദൈവം ഒരു പ്രത്യേക ഉദ്യമത്തിനായിട്ട് വിളിച്ച് വേർതിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വിളിയോട് എങ്ങനെയാണ് മോശ പ്രതികരിച്ചതെന്ന് പുറപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ നമുക്ക് കണ്ടെടുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ മോശയുടെ ജീവിതത്തിലെ ആ വിളി തിരസ്കരിച്ചിരുന്നെങ്കിൽ പുറപ്പാടിൻ്റെ അധ്യായങ്ങൾ വേറൊരു രീതിയിലായിരിക്കും നമ്മൾ വായിച്ചറിയുവാനായിട്ട് പോകുന്നത്. മോശ ആദ്യമേ ദൈവത്തോട് അനേകം ഒഴിവുകൾ പറയുന്നതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ ദൈവം നമ്മളെ ഒരു ദിശയിലേക്ക് വിളിക്കുമ്പോൾ മറ്റൊരു ദിശയിലേക്ക് മാറി ചിന്തിക്കുന്നത്, മറ്റൊരു ദിശയിലേക്ക് മാറിപ്പോകുന്നത് എത്ര വിഡ്ഢിതമാണ് എന്നുള്ള ഉൾക്കാഴ്ചയാണ് ഈ പാഠത്തിൽ നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് വരികയാണ്. കത്തുന്ന മുൾപടർപ്പ്. മോശയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ 3 ഘട്ടങ്ങളായിട്ടാണ് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ഘട്ടം നമുക്കറിയാം, ഈജിപ്തിലെ ഫറവോനോടൊപ്പം അല്ലെങ്കിൽ ഈജിപ്തിലെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു ജീവിതം. മോശയ്ക്ക് ഈജിപ്തിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിച്ചു. അതുപോലെ തന്നെ വാർഫെയർ സംബന്ധിച്ച് അല്ലെങ്കിൽ യുദ്ധ തന്ത്രങ്ങളെക്കുറിച്ചുള്ള പാഠങ്ങൾ കിട്ടി. അനേകം കാര്യങ്ങൾ മോശ അവിടെ നിന്ന് കൈവശമാക്കുന്നതായി നമ്മൾ കാണുന്നു. ഒരുപക്ഷെ മോശയുടെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത ഫറവോനായി തീരാനുള്ള ആ ഒരു ചാൻസും മോശയ്ക്ക് ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പക്ഷേ മോശയുടെ ജീവിതം മാറി മറിയുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം തൻ്റെ ജനത്തോടുള്ള അമിതമായിട്ടുള്ള ആ സ്നേഹം മോശ പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങി. അതുമാത്രമല്ല, തൻ്റെ ജീവിതത്തിലെ ഉദ്യമം തന്നെ മിസ്രൈമിൽ നിന്ന് തൻ്റെ സ്വന്തം ജനത്തെ വിടുവിക്കാനാണെന്ന് മോശ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം വഴികളിൽ ദൈവത്തിൻ്റെ ഇംഗിതത്തിന് വഴങ്ങാതെ തന്നെ മോശ സ്വന്തം വഴികൾ കണ്ടെത്തുകയും ആ വിധം ജനത്തെ വേർതിരിച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷിക്കാമെന്ന് മോശ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ചരിത്രത്തിൽ മോശയ്ക്ക് ഈജിപ്റ്റ് വിട്ട് പോകേണ്ടതായിട്ട് വന്നു. നമുക്കറിയാം, മോശയ്ക്ക് അവിടെ ഒരു വ്യക്തിയെ കൊല്ലേണ്ടതായിട്ട് വന്നു, അവിടെ നിന്ന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. പിന്നീടുള്ള ജീവിതം നടക്കുന്നത് മിദ്യാനിലാണ്. ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്നത്തെ സൗദി അറേബ്യയിലെ ആ ഒരു മരുഭൂപ്രദേശമാണ് മിദ്യാൻ എന്ന് പറയുന്നത്. മിദ്യാനിലേക്കാണ് മോശ ഓടിപ്പോയത്. മിദ്യാനിലാണ് പിന്നീടുള്ള 40 വർഷങ്ങൾ മോശ ചിലവഴിക്കുന്നത്. മിദ്യാനിയർ എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ പഴയ അല്ലെങ്കിൽ ഗോത്ര സംവിധാനമൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവർ കൂടുതലും ആട്ടിടയന്മാരും കന്നുകാലി മേയ്ക്കുന്നവരുമായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് മോശ എത്തിപ്പെടുന്നത്. യെത്രോ എന്ന് പറയുന്ന ആ മിദ്യാന പുരോഹിതന്റെ അടുക്കലാണ് മോശ വന്നു ചേരുന്നത്. അവിടെ യെത്രോയുടെ ആടുകളെ അല്ലെങ്കിൽ സംരക്ഷിക്കുവാനും അതിനെ നടത്തുവാനും മോശ ഏകദേശം 40 വർഷം ചിലവിട്ടു. ഈ ജീവിതത്തിൻ്റെ ആ യാത്രയിൽ തന്നെ യെത്രോയുടെ മകളെ അല്ലെങ്കിൽ സിപ്പോറയെ വിവാഹം കഴിക്കുകയും സിപ്പോറയിൽ 2 ആൺമക്കൾ പിറക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഗെർഷോമും എലിയാസറുമാണ് അവരുടെ പേരുകൾ.
മോശ ഒരു ആട്ടിടയൻ്റെ ജീവിതമാണ് നയിച്ചത്. ഒരു പക്ഷേ നമുക്ക് ദാവീദിൻ്റെ ചരിത്രം അറിയാം. ദാവീദും ഒരു ആട്ടിടയനായിരുന്നു. എന്നാൽ മോശയുടെ ജീവിതം അത്ര മനോഹാരിതമായിട്ടുള്ളൊരു ജീവിതമല്ല. നമ്മൾ പരിശോധിക്കുമ്പോൾ പിന്നിട്ടുള്ള ആ 40 വർഷത്തെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ മോശയുടെ ജീവിതം ഒരുപക്ഷെ ദുസ്സഹമായിട്ടുള്ളൊരു ജീവിതമാണ്. മരുഭൂമിയിൽ കൂടെ അനേകം പ്രയാസങ്ങളിലൂടെ അനേകം വെല്ലുവിളികളിലൂടെ മോശ കടന്നു പോവുകയാണ്. എന്നാൽ അവിടെയും ദൈവം മോശയോട് ഇടപെട്ടതായിട്ട് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ 40 വർഷവും മോശയ്ക്ക് അനേകം ഉൾക്കാഴ്ചകൾ ദൈവം നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തിരുവചനത്തിലെ പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങൾ മോശ രചിക്കുന്നത് ഈ ഒരു കാലയളവിലാണ്. അത് ഉൽപ്പത്തിയുടെ പുസ്തകം, ഇയ്യോബിൻ്റെ പുസ്തകവുമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഒരു പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന അനേകം കാര്യങ്ങളുടെ, ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളുടെ തുടക്കം എന്നുള്ളത് ഉൽപ്പത്തിയുടെ പുസ്തകമാണ്. വിവാഹം എവിടെ നിന്ന് ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് ഉൽപ്പത്തിയിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നു. സൃഷ്ടിപ്പ് എവിടെ നിന്ന് ആരംഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് കാണുവാൻ സാധിക്കും. മനുഷ്യരെങ്ങനെ വീണു, ജലപ്രളയം, ഗോത്രപിതാക്കന്മാർ, എങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, രക്ഷാപദ്ധതി ഉൾപ്പെടെയുള്ള അനേകം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചരിത്ര രേഖയാണ് തിരുവചനത്തിലെ ഉൽപ്പത്തിയുടെ പുസ്തകം. ഈ പുസ്തകം രചിക്കപ്പെട്ടത് മോശയുടെ ഈ കാലയളവിലാണെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും പാപത്തിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തതയോടുകൂടി മോശ എഴുതി ചേർത്തു. എങ്ങനെയാണ് ദൈവവും അല്ലെങ്കിൽ മനുഷ്യനും തമ്മിലുള്ള ആ വേർപാട് ഉണ്ടായതെന്നും നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളുടെ വഴിത്തിരിവുകളും മോശ അവിടെ എഴുതി ചേർത്തു. മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ രക്ഷ മനുഷ്യരാശിയിൽ വന്നു ചേർന്നുവെന്നും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ എഴുതി ചേർക്കുന്നു. ഒരുപക്ഷെ ഉൽപ്പത്തിയുടെ പുസ്തകം ഇല്ലായിരുന്നെങ്കിൽ തിരുവചനത്തിൻ്റെ വീക്ഷണം മറ്റൊന്നായിട്ട് മാറുമായിരുന്നു. മറ്റൊരു കാര്യം, ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നടക്കുന്നത് 1-2 ദിവസങ്ങളിലോ 1-2 വർഷങ്ങളിലല്ല. 40 വർഷം എടുത്തു മോശയ്ക്ക് വീണ്ടും ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരാനുള്ള വിളിയോട് പൊരുത്തപ്പെടുവാനായിട്ട് 40 വർഷങ്ങളെടുത്തു. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ആയിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം, എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇതാണ്, ദൈവം കൃത്യസമയത്ത്, ദൈവത്തിൻ്റെതായിട്ടുള്ളൊരു സമയത്തുണ്ട്, ആ സമയത്ത് ദൈവം പ്രവർത്തിക്കുമെന്നുള്ളത് ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ മോശ ഇരുന്നതുപോലെ ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരിക്കണം. ദൈവം തീർച്ചയായിട്ടും പ്രവർത്തിക്കും. തിങ്കളാഴ്ചത്തെ പാഠഭാഗത്തിലേക്ക് വരുമ്പോൾ, കർത്താവിൻ്റെ ദൂതൻ, മിദ്യാനിലാണ് മോശ ഇപ്പോൾ. അനേകം വെല്ലുവിളികളിലൂടെ മോശ തൻ്റെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് മോശയും ദൈവവും മുഖാമുഖമുള്ള ഒരു സംഭാഷണം രേഖപ്പെടുത്തിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ കത്തുന്ന ഒരു മുൾപടർപ്പിൽ വെച്ച് മോശയോട് ദൈവം സംസാരിക്കുകയാണ്. പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ അഗ്നിജ്വാലകളിൽ നിന്ന് മോശയോട് സംസാരിച്ച വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ ദൂതൻ എന്നാണ്. തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, മോശയോട് സംസാരിച്ച ആ വ്യക്തിത്വം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ ഒരു അപകടകരമായിട്ടുള്ള ഒരു വ്യാഖ്യാനം കൂടെയുണ്ട്. പലരും ചിന്തിക്കുന്നത്, എങ്ങനെയാണ് കർത്താവിൻ്റെ ദൂതൻ അല്ലെങ്കിൽ ഒരു ദൂതൻ എന്നുള്ള നിലയിലേക്ക് കർത്താവ് യേശു ക്രിസ്തുവിനെ നമുക്ക് താരതമ്യം ചെയ്യുവാനായിട്ട് സാധിക്കുമോ എന്നുള്ള ചോദ്യം. ദൂതൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഏഞ്ചൽ എന്ന് പറയും, ദൂതൻ അല്ലെങ്കിൽ മാലാഖ എന്നിങ്ങനെ പല രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട്. ദൂതൻ എന്ന് പറയുന്ന ആ ഭാഷ, അല്ലെങ്കിൽ നമ്മൾ ഒറിജിനൽ ഭാഷയിൽ നമ്മൾ നോക്കുമ്പോൾ മലക്ക് എന്ന് പറയുന്ന എബ്രായ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മലക്ക് എന്ന് പറയുന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം മെസ്സഞ്ചർ എന്നാണ്, ദൂതുവാഹകൻ എന്നാണ്. നമുക്ക് പല ദൂതുവാഹകന്മാരെയും തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പലപ്പോഴും പ്രവാചകന്മാർ ദൈവത്തിൻ്റെ ദൂതുവാഹകരാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൂത് മനുഷ്യരാശിയിലേക്ക് എത്തിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഇവിടെ കർത്താവിൻ്റെ ദൂതൻ എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതേ വാക്യത്തിൽ നമ്മൾ പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യം താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ കർത്താവിൻ്റെ ദൂതൻ യഹോവയാം ദൈവമാണെന്ന് അവിടെ വിവരിച്ചിരിക്കുന്നു. എന്ന് പറയുമ്പോൾ ഇത് കേവലം ദൂതഗണങ്ങളുടെ ഒരു സൃഷ്ടി പോലെ, അല്ലെങ്കിൽ നമ്മൾ ദൂതന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ
ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ദൂതന്മാർ. അതുപോലെ കേവലം ഒരു സൃഷ്ടിയല്ല കർത്താവ് യേശു ക്രിസ്തു, ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച യഹോവയാം ദൈവമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തിരുവചനത്തിൽ പല അവസരത്തിലും കർത്താവിൻ്റെ ദൂതനെക്കുറിച്ച്, കർത്താവിൻ്റെ ദൂതൻ യഹോവയാണെന്ന് ചിത്രീകരിക്കുന്ന പല ഭാഗങ്ങളും നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഹാഗർ മരുഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവളെ സന്ദർശിച്ചു എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ യാക്കോബിന് ബഥേലിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ, അവിടെ ബഥേലിൽ വെച്ചുള്ള അനുഭവത്തിൽ കർത്താവിൻ്റെ ദൂതൻ യഹോവയാണെന്ന് വിവരിച്ചിരിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 31-ാമത്തെ അധ്യായത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ശിംശോന്റെ മാതാപിതാക്കളോട് ഇടപെട്ട കർത്താവിൻ്റെ ദൂതൻ യഹോവയാണെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. മിസ്രൈമിൽ അടിമകളായിരുന്ന ദൈവത്തിൻ്റെ ജനം അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ ഉദ്ധരിക്കുവാൻ വേണ്ടി ദൈവം ഒരു പദ്ധതിയിട്ടു. അതിനുവേണ്ടി മോശയെ തിരഞ്ഞെടുത്തു. എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഇടപെടുവാനായിട്ട് ദൈവം മുൻകൈ എടുത്തതെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ചില പ്രധാനപ്പെട്ട ഏടുകൾ നമുക്ക് വായിച്ച് അറിയാനായിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങൾ. യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലമായ ദേശത്തേക്ക്, പാനും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാനിയർ, ഹിത്യർ, അമോര്യർ, പെരിസിയർ, ഹിവ്യർ, എബ്യൂസിയർ എന്നിവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട കാരണമാണ് ഇവിടെ കാണുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ നിലവിളി കേട്ടു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേലിൽ ആയിരിക്കുമ്പോൾ ഒരു അടിമ ജീവിതത്തിലേക്ക് ആണ് ഇവർ പോകുന്നത്. അടിമ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുന്ന ആ സാഹചര്യവും പുറപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യത്തെ തുടക്കത്തിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ യോസെഫിനെ അറിയാത്ത ഒരു രാജാവ് മിസ്രൈമിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ 12th ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഈജിപ്തിലെ ആ ഡൈനാസ്റ്റി അസ്തമിക്കുകയും ഹിസ്കോസ് എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി ആരംഭിക്കുകയും ചെയ്യുന്നു. അതിലൂടെ തന്നെ യോസെഫിന് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ആ പരമ്പരയുള്ള ഫറോവന്മാർ അവസാനിക്കുകയും യോസെഫിനെ അറിയാത്ത രാജാക്കന്മാർ വരികയും ഇസ്രായേൽ ജനങ്ങളെ അവർ അടിമകളാക്കി മാറ്റുകയും ചെയ്തു. എന്നാൽ ദൈവം അവരുടെ കരച്ചിൽ കേട്ടു. നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. മാത്രവുമല്ല, ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചിട്ട് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വാഗ്ദത്തം ചെയ്തു. ഇതൊരു ഉടമ്പടിയുടെ ഒരു തുടർച്ചയാണ്. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവം ഒരു ഉടമ്പടി ചെയ്തു. നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം 17 മുതൽ അത് വായിക്കുവാനായിട്ട് സാധിക്കും. അവിടെയെല്ലാം ദൈവം ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങളെ ഞാൻ ഒരു പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് അല്ലെങ്കിൽ കനാൻ ദേശത്തേക്ക് കൂട്ടി വരുത്തുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം അവിടെ ഉണ്ടായിരുന്നു. ഉടമ്പടി പ്രകാരം ആ ഒരു നിമിത്തമാണ് മോശ മുഖാന്തരം ദൈവം നിർവഹിക്കുവാനായിട്ട് പോകുന്നത്. ദൈവം മോശയെ തിരഞ്ഞെടുക്കാനുള്ള അനേക കാരണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ മോശയെ തിരഞ്ഞെടുത്ത് മിസ്രൈമിലേക്ക് വിടുകയാണ്. നമുക്കൊരു വാക്യം വായിച്ച് ആ ഭാഗം അവസാനിപ്പിക്കാം. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. എത്ര ശ്രേഷ്ഠമായൊരു വിളിയാണത്! ഹൗ ഗ്രേറ്റ് ഈസ് ദാറ്റ് കമ്മീഷൻ! മോശയ്ക്ക് ഒരു പക്ഷേ മോശയുടെ മനസ്സ് ഒത്തിരി അധികം സന്തോഷിച്ചിരിക്കാം. എന്നാൽ അതുപോലെ തന്നെ എളിമപ്പെട്ടുകൊണ്ടാണ് ആ വിളിക്ക് മോശ പ്രതികരിച്ചത്. തുടർന്നുള്ള ഭാഗത്തിൽ നമുക്ക് എങ്ങനെയാണ് മോശയുടെ ജീവിതം മാറി മറിഞ്ഞതെന്ന് കാണുവാൻ സാധിക്കും. ചൊവ്വാഴ്ചത്തെ പാഠഭാഗത്തിലേക്ക് വരികയാണ്. ഇതിൻ്റെ തലവാചകം കർത്താവിൻ്റെ നാമം. മോശ ദൈവമായിട്ടുള്ള അഭിമുഖത്തിൽ ദൈവത്തിൻ്റെ പേരെന്താണെന്നും ഇസ്രായേൽ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ എന്നെ ആരയച്ചെന്നും അല്ലെങ്കിൽ ഫറവോനോട് സംസാരിക്കുമ്പോഴും എന്നെ ആരയച്ചെന്ന് ഉള്ള ആ ഒരു കാര്യം പറയുമ്പോൾ ദൈവത്തിൻ്റെ നാമം എന്താണെന്ന് മോശ പ്രധാനമായും ചോദിക്കുന്ന ഒരു അവസരമുണ്ട്. എന്തുകൊണ്ടാണ് മോശ ദൈവത്തിൻ്റെ നാമം ചോദിച്ചത്? ഒരുപക്ഷെ ഈജിപ്തിലായിരിക്കുമ്പോൾ തന്നെ മോശയ്ക്ക് അനേകം ഈജിപ്ഷ്യൻ ഗോഡ്സ് അല്ലെങ്കിൽ ഈജിപ്തിലുള്ള മിസ്രൈമിയ ദൈവങ്ങളെ പരിചയമുണ്ട്. ചരിത്രം പറയുന്ന ഏകദേശം 1500ഓളം ഡയറ്റീസ് ഈജിപ്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പരിചയപ്പെടുത്തുന്നത്. 1500ഓളം ദേവനും ദേവതമാരും അവിടെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഓരോ ദേവതയ്ക്കും ദേവന്മാർക്കും അവരുടേതായിട്ടുള്ള പേരുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മോശ ദൈവത്തോട് ചോദിച്ചു, എന്താണ് അങ്ങയുടെ നാമം? അങ്ങനെ ചോദിച്ചതിന് ദൈവത്തിൻ്റെ മറുപടി ഇങ്ങനെയാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു. അത് എബ്രായ പദത്തിൽ എഹൈജെ
എഷേർ എഹേജെ എന്നാണ് പറഞ്ഞിരുന്നത്. അക്ഷരാർത്ഥത്തിൽ ദൈവത്തിൻ്റെ നാമം അതിൻ്റെ അർത്ഥം വിവരിക്കുന്ന ഒന്നാണ്. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ദൈവം മോശയോട് ഒരു അഷ്വറൻസ് കൊടുക്കുന്നുണ്ട്, ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ എഹേജെ എന്ന് പറയുന്ന വാക്കിൻ്റെ ക്രിയാരൂപത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും എന്നതിൻ്റെ ഉറപ്പാണ് അവൻ്റെ നാമം. ഒരുപക്ഷെ മോശയ്ക്ക് അതായിരുന്നു ഏറ്റവും പ്രത്യാശ നൽകുന്ന ഒരു കാര്യം. ദൈവത്തിൻ്റെ പേര് ചോദിച്ചപ്പോൾ ദൈവം എന്നോടൊപ്പം ഉണ്ടായിരിക്കും, എൻ്റെ യാത്രയിലും എൻ്റെ വെല്ലുവിളികളിലും എല്ലാം ദൈവം എന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്നതിനുള്ള ഒരു പ്രത്യാശ കൂടിയാണ് ദൈവത്തിൻ്റെ ഈ നാമം കൊണ്ട് മനസ്സിലാക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 57-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവിടുന്ന് അകന്നിരിക്കുന്ന ദൈവവും അടുത്തിരിക്കുന്ന ദൈവമാണ്, അവിടുന്ന് മനോവിനയവും മനസ്താപമുള്ളവരെയും കൂടെ വസിക്കുന്ന ദൈവം കൂടെയാണ്. ദൈവം എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ സ്വന്തം ജനത്തോടൊപ്പം വസിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് സമാഗമന കൂടാരം ഉണ്ടാക്കിയപ്പോഴും ദൈവം പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ മധ്യേ വസിക്കുവാൻ വേണ്ടി നിങ്ങളൊരു സമാഗമന കൂടാരം ഉണ്ടാക്കുക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം മോശയോടൊപ്പം ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ജനത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നമുക്കെല്ലാം പരിചിതമായിട്ടുള്ളൊരു പേര് യഹോവ അല്ലെങ്കിൽ യാവ്വേ എന്ന് പറയുന്ന പേരാണ്. ഇംഗ്ലീഷിൽ അത് യാവ്വേ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു, മലയാളത്തിൽ അത് യഹോവ എന്ന് എഴുതിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം അവിടെ കാണുവാൻ സാധിക്കുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം പറയാണ്, ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും സർവശക്തനായ ദൈവമായി പ്രത്യക്ഷപ്പെട്ടു, പക്ഷേ യഹോവ എന്ന എൻ്റെ നാമത്തിൽ ഞാൻ അവർക്ക് പൂർണ്ണമായി വെളിപ്പെട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഇത് ചിന്തിക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്ന യഹോവ എന്ന് പറയുന്ന പേര് അല്ലെങ്കിൽ നാമം പുതുതായിട്ട് മോശ മനസ്സിലാക്കിയ ഒരു പേരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. യഹോവ എന്നുള്ള യഹ്വേ എന്ന് പറയുന്ന ആ നാമത്തിൻ്റെ അർത്ഥമാണ് ശരിക്കും പൂർവ്വപിതാക്കന്മാരെ മനസ്സിലാക്കാതെ പോയത്. നമ്മൾ ഉൽപ്പത്തിയിലെല്ലാം വായിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആഴമേറിയ അർത്ഥം പലപ്പോഴായിട്ട് ദൈവം പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. യഹോവ കർത്താവിൻ്റെ നാമം നമ്മോടൊപ്പം ഉണ്ടായിരിക്കുന്ന ആ ഒരു സാമീപ്യമാണ് കർത്താവിൻ്റെ നാമത്തിലൂടെ മനസ്സിലാക്കുന്നത്. നമുക്കൊരു വാക്യം വായിച്ച് ആ ഭാഗം അവസാനിപ്പിക്കാം. യോവേൽ പ്രവാചകൻ 2-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. കർത്താവിൻ്റെ നാമം നമ്മുടെ രക്ഷയാണ്. ദൈവം നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. ഈ ഒരു ചോദ്യമാണ് മോശ ദൈവത്തോട് ചോദിച്ചത്. അതിനുള്ള ഉത്തരം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്. ദൈവം നമ്മോടൊപ്പം ഉണ്ട്. ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് വരികയാണ്. 4 ഒഴിവുകഴിവുകൾ. മോശയോട് ദൈവം ഒരു പ്രത്യേക കാര്യം ഏൽപ്പിച്ചു. മിസ്രൈം ദേശത്ത് നിന്ന് ഇസ്രായേൽ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ കനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്യമമാണ് മോശയിൽ നിക്ഷിപ്തമായത്. എന്നാൽ മോശ ഈ ഒരു വിളിയോട് പ്രതികരിച്ചത് ആദ്യം ചില ഒഴിവുകൾ പറഞ്ഞുകൊണ്ടാണ്. പ്രധാനപ്പെട്ട 4 ഒഴിവുകളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, ഞാൻ ആരാണ്? പ്രത്യേകിച്ച് മോശയുടെ എളിമയോടുള്ള ഒരു ചോദ്യമാണ്, ഞാൻ ഇതിന് യോഗ്യനാണോ എന്നുള്ള ചോദ്യം. 2, നിങ്ങൾ ആരാണ് അല്ലെങ്കിൽ ദൈവം ആരാണെന്നുള്ളൊരു ചോദ്യം. 3, അവർ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം. 4, ഞാൻ വാചാലനല്ല എന്നുള്ള ചോദ്യം. ആദ്യത്തെ ഒരു ഒഴിവിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരുപക്ഷെ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ വിളിക്ക് യോഗ്യരാണെങ്കിൽ അല്ലെങ്കിൽ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പൊതുവെ കൊടുക്കുന്ന ഒരു പ്രതികരണമാണ്, അത് എന്നെ കൊണ്ട് സാധിക്കുമോ, ഇല്ലെങ്കിൽ എനിക്കത് കഴിവുള്ള ആളാണോ, അല്ലെങ്കിൽ ഞാനത് യോഗ്യനാണോ എന്നുള്ള ഈ ഒരു പ്രതികരണമാണ് മോശ ദൈവത്തോട് പറയുന്നത്. ഞാനിതിന് യോഗ്യനാണോ? ഒരുപക്ഷെ ഒരു എളിമയുടെ ശബ്ദമാണെങ്കിൽ കൂടി ദൈവത്തിന് മുമ്പാകെ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തി അങ്ങനെ സംസാരിക്കുവാനായിട്ട് പാടില്ല. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വിളിക്ക് യോഗ്യരാണ്. പക്ഷേ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. 2-ാമത്തെ കാര്യം, ദൈവം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ദൈവത്തിൻ്റെ നാമം എന്താണെന്ന് മോശ അവിടെ ചോദിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു പേര് മനസ്സിലാക്കുവാൻ വേണ്ടിയല്ല മോശ ചോദിക്കുന്നത്, നേരെ മറിച്ച് ദൈവത്തിൻ്റെ ആ ഒരു അതോറിറ്റി, ദൈവത്തിൻ്റെ ആ സാമീപ്യം, ഇതെല്ലാം മോശ ആഗ്രഹിച്ചു. ഒരു പ്രത്യാശ നൽകുന്ന ഒരു ഉത്തരമാണ് മോശയ്ക്ക് ലഭിച്ചതെന്ന് നമ്മൾ കണ്ടു. 3-ാമത്തെ ചോദ്യം, അവർ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ എന്നുള്ള ചോദ്യമാണ്. ഒരുപക്ഷെ നമ്മൾ അത് വളരെ കാര്യമായിട്ട് എടുക്കേണ്ടുന്ന കാര്യമാണ്. മോശ തിരിച്ച് 40 വർഷങ്ങൾക്ക് ശേഷം മിസ്രൈമിലേക്ക് മടങ്ങിപ്പോവുകയാണ്. തൻ്റെ സ്വന്തം ജാതിക്കാർ തന്നെ മിസ്രൈമിലായിരിക്കുമ്പോൾ തന്നെ മോശയെ ഒരു നേതാവായിട്ട് അംഗീകരിച്ചിട്ടില്ല. ആ വിധം
40 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു പോകുമ്പോൾ എങ്ങനെയാണ് മോശയെ അവർ വിശ്വസിക്കുവാനായിട്ട് പോകുന്നത്? ഈ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് ദൈവം 2 പ്രധാനപ്പെട്ട അടയാളങ്ങൾ മോശയ്ക്ക്, അല്ലെങ്കിൽ ഒരു അത്ഭുതം കാണിക്കാനുള്ള സിദ്ധി മോശയ്ക്ക് കൊടുക്കുകയാണ്. അതിൽ ഒന്ന്, അവൻ്റെ വടി, അഹ്റോൻ്റെ വടി താഴേക്ക് ഇടുവാനായിട്ട് കൽപ്പിച്ചു. അത് പാമ്പായിട്ട് മാറുകയും അതേ വടി അല്ലെങ്കിൽ അതേ പാമ്പിനെ തിരിച്ചെടുക്കുമ്പോൾ അത് പിന്നീട് വടിയായിട്ട് മാറുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. രണ്ടാമത്തെ അത്ഭുതം, അവൻ്റെ കൈ കുഷ്ഠരോഗം അല്ലെങ്കിൽ കുഷ്ഠമായിട്ട് മാറുകയും എന്നാൽ തൽക്ഷണം അത് വീണ്ടും സൗഖ്യമാകുകയും ചെയ്യുന്ന രണ്ടാമത്തെ അത്ഭുതം. അപ്പോൾ മോശയോട് ദൈവം പറയണം, ഈ 2 അത്ഭുതങ്ങളും നീ അവിടെ പോയിട്ട് കാണിക്കുക. അപ്പോൾ നിന്നെ അവർ വിശ്വസിക്കും, നിന്നെ പ്രവാചകനായിട്ട് അംഗീകരിക്കും, നിന്നെ ഞാൻ തന്നെ അല്ലെങ്കിൽ യഹോവയായിട്ടുള്ള ദൈവം അയച്ചവനാണെന്ന് അവർ അംഗീകരിക്കുമെന്ന് പറയുകയുണ്ടായി. എന്നാൽ മറ്റൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നു. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം, ഈ 2 അടയാളങ്ങളും അവർ വിശ്വസിക്കാതെയും നിന്റെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ നീ നദിയിലെ വെള്ളം കോരി ഉണങ്ങിയ നിലത്ത് ഒഴിക്കണം. നദിയിൽ നിന്ന് കോരി വെള്ളം ഉണങ്ങിയ നിലത്ത് രക്തമായി തീരും. അപ്പോൾ ഈ 3 അടയാളങ്ങളും നീ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ നിന്നെ വിശ്വസിക്കും, അവർ നിന്നെ അംഗീകരിക്കും എന്ന് മോശയോട് ദൈവം പറഞ്ഞു. എന്നാൽ അവസാനമായിട്ട് മോശ ഉന്നയിക്കുന്ന ഒരു എക്സ്ക്യൂസ് അല്ലെങ്കിൽ ഒഴിവ് കഴിവ് ഇതാണ്, ഞാൻ വാചാലനല്ല, അല്ലെങ്കിൽ ഞാൻ തടിച്ച നാവുള്ളവനാണ്. അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാം. മോശ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനമായിട്ട് മോശ തൊടുത്തു വിടുന്ന ഒരു ഒഴിവ്, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും വാക്സാമർഥ്യം ഇല്ലാത്തവനുമാണെന്നുള്ള കാര്യമാണ്. അതിന് ദൈവം കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്. ആ ദൈവം കൊടുക്കുന്ന മറുപടി ഇന്ന് നമുക്കും ആപ്ലിക്കബിൾ ആണ്. നമുക്ക് ദൈവത്തിൻ്റെ വിളിയിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞിരിക്കുവാനായിട്ട് സാധിക്കും? കാരണം ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ സാമർഥ്യമോ നമ്മുടെ കഴിവോ കണ്ടിട്ടല്ല, ദൈവത്തിൻ്റെ ആ ശക്തിയാലാണ് നമ്മളെ അയക്കുന്നത്. നമുക്കത് വായിക്കാം. അതിന് യഹോവ അവനോട്, മനുഷ്യന് വായായി കൊടുത്തതും ആർ? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ? യഹോവയായ ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോടുകൂടി ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്നരുളി ചെയ്തു. ദൈവമാണ് നമ്മളെ അയക്കുന്നത്. ദൈവം നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മളിൽ പകർന്ന്, ദൈവമാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുവാനായിട്ട് പോകുന്നത്. നമുക്ക് തുടർന്ന് പഠിക്കാം. വ്യാഴാഴ്ചത്തെ പാഠഭാഗം പരിച്ഛേദന. മോശയ്ക്ക് വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് ദൈവം നൽകിയത്. മോശ ഇപ്പം മിസ്രൈമിലേക്ക് തിരിച്ചു പോവുകയാണ്. തൻ്റെ സ്വന്തം ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് മോശയുടെ ഉദ്യമം. ആ പോകുന്ന വഴിയിൽ തന്നെ മോശയ്ക്ക് വലിയൊരു ദുർഘടം നേരിടേണ്ടി വന്നു. നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ ഇവിടെ മോശ ഒരു പ്രത്യേക ഒരു ഉദ്ദേശത്തോടു കൂടി ദൈവം അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ഭാരിച്ച ദൗത്യത്തോടു കൂടി പോയപ്പോൾ തന്നെ അതിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവം അവനെ കൊല്ലുവാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഭാവിച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മോശയെ ദൈവം കൊല്ലുവാനായിട്ട് ശ്രമിച്ചത്? നമുക്ക് ആ കഥ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന്. ദ ഇഷ്യൂ ഇസ് സർക്കംസിഷൻ, അല്ലെങ്കിൽ പരിച്ഛേദനയെ സംബന്ധിച്ച ഒരു വിവരണമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. എന്താ കാര്യം? മോശയ്ക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. അതിൽ ഇളയവനെ അവൻ പരിച്ഛേദന കഴിച്ചില്ല, അതുകൊണ്ട് മോശയെ ദൈവം കൊല്ലുവാൻ ഭാവിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ഉൽപ്പത്തിയുടെ ദിവസം 17-ാമത്തെ അധ്യായത്തിൽ അബ്രഹാം എന്ന് പറയുന്ന നമ്മുടെ ഗോത്രപിതാവിനെ അല്ലെങ്കിൽ ദൈവം സന്ദർശിക്കുകയും ഉടമ്പടിയുടെ ഒരു അടയാളം എന്നോണം പരിച്ഛേദന കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ആ വാക്യം വായിക്കാം. ഉൽപ്പത്തി 17-ാമത്തെ അധ്യായം 10-11 വാക്യം. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേയുള്ള നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമം ആവിത്. നിങ്ങളിൽ പുരുഷപ്രജ ഒക്കെയും പരിച്ഛേദന ഏൽക്കണം. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്ക് മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളമാകുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അബ്രഹാം പിതാവ് മുതൽ അല്ലെങ്കിൽ അബ്രഹാം മുതൽ തുടങ്ങിവെച്ച ആ പരിച്ഛേദന എന്ന് പറയുന്ന റിച്വൽ മോശയ്ക്കും ബാധകമാണ്, മോശയുടെ മക്കൾക്കും ബാധകമാണ്. എന്നാൽ മോശ അത് ബോധപൂർവം ഒഴിവാക്കിയതായിരിക്കാം. അവിടെ ദൈവം ഇടപെടുന്നതായിട്ട് കാണുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു കാര്യത്തിൽ കൂടി ദൈവം ഇടപെട്ടതെന്ന് ചിന്തിച്ചാൽ വലിയൊരു ആത്മീയ പാഠം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്താൽ, ഒരു നേതാവിനെ തിരഞ്ഞെടുത്താൽ, ആ നേതാവ് എല്ലാ രീതിയിലും ദൈവത്തിന് അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യർക്ക്, അവനെ ഫോളോ ചെയ്യുന്ന മനുഷ്യർക്ക് ഒരു മാതൃകയായി തീരണം. പ്രത്യേകിച്ചും മോശ വലിയൊരു ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മിസ്രൈമിലുള്ള വലിയൊരു ജനത്തെ വിളിച്ചുകൊണ്ട് അവൻ കനാൻ ദേശത്തേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ മോശ ഈ കാര്യത്തിൽ അവൻ കുറവുള്ളവനായി കാണുവാനായിട്ട് സാധിക്കില്ല. ഇത് നമ്മുടെ ജീവിതത്തിലും ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. ഒരു ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ കുറവുള്ളവരായിരിക്കുവാനായിട്ട് സാധിക്കില്ല. നമ്മൾ കോംപ്രമൈസ് ചെയ്യുവാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ വലിയ ശിക്ഷ നേരിടേണ്ടി വരുമെന്നാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മോശയ്ക്ക് അത്രയധികം ഭാരിച്ച ജോലി കൊടുക്കുമ്പോഴും അതിൽ ചെറിയൊരു പിഴവ് വന്നപ്പോൾ ദൈവം അവിടെ ഇടപെട്ടതായിട്ട് നമ്മൾ കാണുന്നു. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഓരോ നേതാക്കന്മാരും, ദൈവത്തിൻ്റെ പുരോഹിതന്മാരും, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരും അത്രയധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം എന്ന് ഈ നമ്മുടെ പാഠം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ആ മോശയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മോശയുടെ ഭാര്യയായിട്ടുള്ള സിപ്പോറ ഇടപെടുകയും ഒരു കൽക്കത്തി ഉപയോഗിച്ച് അവൾ അപ്പോൾ തന്നെ ആ കുഞ്ഞിനെ പരിച്ഛേദന ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അത് മുഖാന്തരം ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഒഴിഞ്ഞു പോകുന്നു. ഇല്ലായിരുന്നുവെങ്കിൽ മോശ അവിടെ നിഗ്രഹിക്കപ്പെടുമായിരുന്നു. പുറപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഇങ്ങനെ അവനെ വിട്ടൊഴിഞ്ഞു. ആ സമയത്താകുന്നു അവൾ പരിച്ഛേദന നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞത്. അപ്പോൾ മോശയെ അഭിസംബോധന ചെയ്ത് രക്തമണവാളൻ എന്നാണ് സിപ്പോറ അഭിസംബോധന ചെയ്തത്. അപ്പോൾ ഈ ഒരു ആത്മീയ പാഠം നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുറവുകളെല്ലാം നീക്കി നമ്മളൊരു മാതൃകയായിട്ട് വേണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വെള്ളിയാഴ്ചത്തെ പാഠത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ പഠനം മോശയുടെ ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കത്തുന്ന മുൾപടർപ്പിൽ നിന്ന് ദൈവം മോശയോട് സംസാരിച്ചു. മോശയുടെ വിളി മോശ എങ്ങനെ സ്വീകരിച്ചു എന്നും അതിന് തുടർന്നുള്ള യാത്ര എങ്ങനെയായിരുന്നു എന്നും നമ്മൾ പഠിച്ചു. ഒരുപക്ഷെ നമ്മെ തന്നെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പ്രതിഷ്ഠിച്ചാൽ, മോശയ്ക്ക് പകരം എന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളെയാണ് വിളിച്ചിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? മോശയെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ 40 വർഷം ഈജിപ്തിലായിരുന്ന മോശ ആ സുഖ സൗകര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് ഒരുപക്ഷെ തൻ്റെ പ്രാണനെ തന്നെ പേടിച്ചിട്ട് അവിടുന്ന് ഓടിപ്പോയതായിട്ടാണ് തിരുവചനം വിവരിക്കുന്നത്. ആ ഓടിപ്പോക്കിൽ അല്ലെങ്കിൽ മീദിയാനിലായിരിക്കുന്ന മോശ 40 വർഷത്തിൽ ഒരിക്കൽ പോലും തിരിച്ച് ഈജിപ്തിലേക്ക് പോകണമെന്ന് ചിന്തിച്ചിട്ടില്ല. എന്നാൽ അതേ സ്ഥലത്തേക്കാണ് മോശയെ ദൈവം വീണ്ടും പറഞ്ഞു വിടുന്നത്. ഒരുപക്ഷെ മോശ ഇങ്ങനെ ചിന്തിച്ചേക്കാം, 40 വർഷം കഴിഞ്ഞിരുന്നു. ബൈബിൾ പ്രകാരം 40 വർഷം എന്ന് പറഞ്ഞ ഒരു ജനറേഷൻ്റെ, ഒരു തലമുറയുടെ ഗ്യാപ്പുണ്ട്. ആ സമയത്ത് മോശയെ അറിയുന്നവർ വളരെ ചുരുക്കമായിരിക്കാം ഈജിപ്തിലുണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ മോശയുടെ കഥയൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് അവിടെ പരന്നിരിക്കുക എന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ നല്ലവനായിട്ടുള്ളൊരു വ്യക്തി അല്ലായിരിക്കും മോശ ഇപ്പോൾ ഉള്ള ചിത്രീകരണത്തിൽ. പക്ഷെ ഇതെല്ലാം ആയിരുന്നിട്ടും മോശയോട് ദൈവം പറയാണ്, തിരിച്ച് നീ അവിടെ പോകണം, എൻ്റെ ജനത്തെ വിടുവിച്ച് കൊണ്ടുവരണം. മോശയ്ക്ക് എങ്ങനെയാണ് ഈ ഒരു വിളി സ്വീകരിക്കുവാനായിട്ട് സാധിക്കുക? ഒരു പക്ഷേ ഞാൻ നിങ്ങളുമായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഈ വിളിയോട് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടാവുക? വീണ്ടും ഒരു അപകടത്തിലേക്കാണോ ഞാൻ തിരിച്ചു പോകേണ്ടത്? മോശ പറഞ്ഞതുപോലെ ചിലപ്പോൾ അതിലും കൂടുതലായിട്ടുള്ള ഒഴിവുകഴികൾ നമ്മൾ പറഞ്ഞിരിക്കാം. എന്നിരുന്നാലും ചരിത്രം രേഖപ്പെടുത്തിരുന്നത് മോശയ്ക്ക് ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സാമീപ്യം മോശയോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അത്ഭുതകരമാവണ്ണം ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുവാനായിട്ട് ദൈവം മോശയെ എടുത്ത് ഉപകരിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മുടെ പേഴ്സണൽ ലൈഫിലും ദൈവം നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രമാത്രം നമുക്ക് ദൈവത്തെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. പല ഒഴിവുകഴികൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മോശ ഇതുപോലെ പറഞ്ഞ് അവൻ ഈ ഉദ്യമത്തിൽ നിന്ന് മാറിയിരുന്നെങ്കിൽ ചരിത്രം വേറൊന്നായനെ. ഒരുപക്ഷെ ദൈവത്തിൻ്റെ ശക്തിയോടൊപ്പം ദൈവത്തിൻ്റെ ശക്തി മോശയോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് ചരിത്രത്തിലും തിരുവചനത്തിലും നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു പ്രവാചകനായിട്ട് മോശ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വിളി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ചരിത്രവും മറ്റൊന്നായേക്കാം. പക്ഷെ നമുക്ക് ഒഴിവുകൾ പറഞ്ഞ് നമ്മളത് മാറ്റുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു വിഡ്ഢിത്തമായി മാറും എന്നാണ് ഈ പാഠഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സ്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഈ പുറപ്പാട് പുസ്തകത്തിലെ ചരിത്ര രേഖകളെ സംബന്ധിച്ചുള്ള തിരുവചന സത്യങ്ങളാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മോശ ദൈവമുഖാന്തരം വിളിച്ച് ഇസ്രായേൽ ജനങ്ങളെ വലിയൊരു അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച കഥ ഞങ്ങൾ പഠിച്ചു. ആ വിളിയോട് മോശ എങ്ങനെ പ്രതികരിച്ചുവെന്ന് നമ്മൾ പഠിച്ചു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവം എത്രയധികം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്, ആ വിളിക്ക് ഞങ്ങൾ യോഗ്യരാണോ
എങ്ങനെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നതെന്ന് ചോദ്യം ചെയ്യുവാനായിട്ടുള്ള വലിയൊരു അവസരമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. ദൈവത്തിൻ്റെ വിളിയെ തിരസ്കരിക്കാതെ കർത്താവെ, ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളോടൊപ്പം ഉണ്ട്, ദൈവം ഞങ്ങളോടൊപ്പം വസിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാണെന്ന് യേശുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ പിതാവേ, ആമേൻ.